കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. അടുത്ത സ്വീകരണ കേന്ദ്രത്തെ ലക്ഷ്യമാക്കി പര്യടനം ആരംഭിക്കുകയാണ്. പിണ്ടിമന പഞ്ചായത്തിൽ ആയക്കാട് തൈക്കാവുംപടിയിൽ നിന്നാണ് ആന്റണി ജോൺ ചൊവ്വാഴ്ചത്തെ പര്യടനം ആരംഭിച്ചത്. തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പിണ്ടിമന പഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞതായി ആന്റണി ജോൺ പഞ്ചായത്ത് ആസ്ഥാനമായ മുത്തംകുഴിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. വർഷങ്ങളായി തകർന്നു കിടന്ന കനാൽ ബണ്ട് റോഡുകളടക്കം നവീകരിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് എത്രയോ വർഷങ്ങളായിരുന്നു കനാൽ റോഡുകൾ ഏതാണ്ട് പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു എന്നുള്ളതിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു വസ്തുത. എന്നാൽ ഇത് വളരെ മനോഹരമായി നമ്മുടെ പിടിമനയിലൂടെ കടന്നു പോകുന്ന അടക്കമുള്ള ഇവിടുത്തെ നമ്മുടെ പെരിയാർമലയിലെ കനാൽ റോഡുകളെല്ലാം ഏതാണ്ട് 3.5 കോടി രൂപയാണ് ഇന്നലെ നമ്മൾ ഇതിനുവേണ്ടി ചെലവഴിച്ചത്. അങ്ങനെ ഏറെ സമയമെടുത്ത് പറയാൻ കഴിയുന്ന നിലയിൽ ഒട്ടനവധി വികസന കാര്യങ്ങളാണ് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും. ഇവിടെ നമുക്കറിയാം ലൈഫ് ഭവന പദ്ധതി 5000-ലേറെ വീടുകളാണ് നിയോജകമണ്ഡലത്തിൽ നമ്മൾ ഇതിനോടൊപ്പം തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ ഈ കുട്ടകുടിക്ക് സമീപമായി 5, 10, 15 ഒക്കെ വീടുകൾ ഒരുമിച്ച് പണി കഴിച്ചിട്ടുള്ള നിരവധി സ്ഥലങ്ങളുണ്ടല്ലോ. പിണ്ടിമന പഞ്ചായത്തിലെ പര്യടനം ചേലാട് ഇരപ്പുങ്കൽ കവലയിൽ സമാപിച്ചു. തുടർന്ന് കോട്ടപ്പടി പഞ്ചായത്തിലായിരുന്നു പര്യടനം. ഉപ്പുകണ്ടം തിരുമേനിപ്പടിയിൽ നിന്ന് തുടങ്ങി ചേറങ്ങനാൽ കവലയിൽ പര്യടനം അവസാനിച്ചു. LDFന്റെ വിവിധ നേതാക്കൾ പര്യടനത്തിന് നേതൃത്വം നൽകി. GTV ന്യൂസ്, കോതമംഗലം.